ഇത് എന്ത് നടപടിയെടുത്തു എന്ന് വീണ്ടും ചോദിക്കാം. KPCCയുടെ അന്വേഷണ സംഘം അല്ലല്ലോ ഈ 1458 പേരെ ഇപ്പൊ കണ്ടെത്തിയത്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരിൽ വീഴ്ചയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് KPCCയുടെ DCCയുടെ ഉപസമിതി ഒന്നുമല്ല, അത് ഗവൺമെന്റ് സംവിധാനം തന്നെയാണ്. ഗവൺമെന്റ് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതവണ പരിശോധന നടക്കുമ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘവും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഭരണസമിതിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എല്ലാം അവരവരുടെ വാർഡിൽ പരമാവധി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഊട്ടിയുറപ്പിക്കാൻ നോക്കിയപ്പോൾ ഗവൺമെന്റിന് ധൃതി പിടിച്ച് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ കൃത്യമായി ഇതിൽ തട്ടിപ്പുണ്ട്, പലരും വെട്ടിപ്പ് നടത്തുന്നു, ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ വരെ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണ്. ബോധ്യപ്പെട്ട് നടപടി സ്വീകരിച്ചു തുടങ്ങുമ്പോൾ ഗവൺമെന്റിനെ വിമർശിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് വിമർശിച്ചോ, പക്ഷേ ആ ഗവൺമെന്റിന്റെ നല്ല ഉദ്ദേശത്തെ കാണണം. എല്ലാവരും കൂട്ടായിട്ട് നിന്നാൽ മാത്രമേ അർഹതപ്പെട്ടവർക്ക് പെൻഷൻ ഉറപ്പുവരുത്താൻ പറ്റിയ ഒരു സാഹചര്യം ഒരുക്കും. പിന്നെ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണമൊക്കെ എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് അങ്ങ് ചോദിച്ചു. അങ്ങ് കൃത്യമായി മനസ്സിലാക്കണം, അങ്കമാലി അർബൻ ബാങ്കിന്റെ ഇപ്പോൾ സ്ഥിതി എന്താണ്, ആരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത്, അവിടുത്തെ പ്രസിഡന്റും KPCC അംഗമായ PT പോൾ എങ്ങനെയാണ് ഒരു ഹോട്ടലിൽ മരിച്ചു കിടന്നത് എന്ന് പരിശോധിച്ചാൽ ഈ പെൻഷൻ വിതരണവും ആ ബാങ്കിന്റെ പ്രവർത്തനവും ഒക്കെ അങ്ങക്ക് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങയുടെ വീടിന്റെ തൊട്ടടുത്തല്ലേ മൂക്കന്നൂർ സർവീസ് സഹകരണ ബാങ്ക്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പൊ എത്ര കേസുണ്ട്, എത്ര അന്വേഷണം നടക്കുന്നുണ്ട്, അവിടെ ഭരിക്കുന്നത് ആരാ എന്നൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഏതെങ്കിലും സഹകരണ സംഘത്തിലും ഇത്തരം പ്രശ്നമുണ്ടെങ്കിലും കയ്യോടെ പിടികൂടി നടപടി സ്വീകരിക്കണം. അത് ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല. ഉറപ്പുവരുത്തേണ്ടത്. അരുൺകുമാർ, അക്കാര്യത്തിൽ എന്തിനാണ് ഇടനിലക്കാർ? ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി അക്കൗണ്ടിലോട്ട് കൊടുത്താൽ പോരെ? ആരെങ്കിലും സർവീസ് ഇവിടെ കോവിഡ് കാലത്താണ് കൃത്യമായിട്ട് ഈ സർവീസ് സഹകരണം അംഗങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ കിടപ്പ് രോഗികളുണ്ട്, പുറത്തിറങ്ങാൻ പറ്റാത്ത രോഗികളുണ്ട്, അതുപോലെ തന്നെ 44% പേര് കിടപ്പ് രോഗികളും പുറത്തിറങ്ങാത്തവരും. ഈ CAG റിപ്പോർട്ടിൽ പറയുന്നത് 2021 44% പേർക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഇടനിലക്കാർ വഴിയാണ് എന്ന് പറയുന്നു. എന്തിനാണ് അങ്ങനെ ഒരു രീതി? അല്ല, ഞാൻ സൂചിപ്പിച്ച കോവിഡ് കാലത്താണ് അത്തരത്തിലൊരു സംവിധാനം കാര്യക്ഷമമായിട്ട് മാറിയത്. ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയാവട്ടെ. വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു സമീപനത്തെ അത് വേണ്ട, ഞങ്ങൾക്ക് അക്കൗണ്ടിൽ മാത്രം മതി എന്നാണ് കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് ഏറ്റവും ആശ്വാസകരമാണെന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഒറ്റ സ്വരത്തിൽ പറയുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. CAG റിപ്പോർട്ട് പരിശോധനയും എല്ലാം ഗവൺമെന്റ് നടത്തുന്നുണ്ടല്ലോ. അതിന്റെ പ്രാഥമിക സഹകരണ സംഘം ഇയാൾ മരിച്ചുപോയി എന്ന് അറിയിച്ചിട്ടും വീണ്ടും അയാൾക്ക് പെൻഷൻ വരികയാണെന്നാണ് CAG പറയുന്നത്. ഇല്ല, അതിനാണല്ലോ ഓരോ മാർച്ച് 31 കൃത്യമായിട്ടുള്ള മസ്റ്ററിംഗ് നടക്കുന്നത്. ഒരാൾ വെദർ ഹീസ് എലൈവ് ഓർ നോട്ട്, ഷീസ് എലൈവ് ഓർ നോട്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള പരിശോധന, അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടല്ലേ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള പരിശോധനയെ തകർക്കാൻ പല രൂപത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ, ചില പഞ്ചായത്തുകൾ, ചില ഭരണസമിതികൾ, വ്യക്തി താല്പര്യമുള്ള ചില പഞ്ചായത്ത് മെമ്പർമാർ അവർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയും. എല്ലാവരും